തിരിച്ചു വരൂ, പക്ഷേ ഒറ്റയ്ക്ക് വേണ്ട, ലോകത്തെ മികച്ച അഭിഭാഷകരെയും കൂട്ടിക്കൊള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സ്നേഹത്തോടെ പറഞ്ഞ പോലെ തോന്നും. പക്ഷേ ഇത് സ്നേഹത്തോടെ പറഞ്ഞതല്ല. ഇത് പരിഹാസ രൂപേണ ബംഗ്ലാദേശിലെ നിലവിലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മുതിർന്ന ഉപദേഷ്ടാവ് സഹേദുർ റഹ്മാൻ പറഞ്ഞ വാക്കുകളാണിത്. ഇത് പറയുമ്പം ഈ ഒരു സെൻറ്റൻസ് ഇത് എങ്ങനെയാണ് ഇത് പറഞ്ഞതിൻ്റെ ഈ ഒരു പശ്ചാത്തലം പറയുമ്പോൾ നമുക്ക് ഷെയ്ഖ് ഹസീനെ പരാമർശിക്കാതിരിക്കാതെ പറ്റില്ല. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ്, 2024 മുതൽ ഇന്ത്യയിലാണ് അഭയം കൊടുത്തത്. ഈ ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവിനെയാണ് ഇദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. മികച്ച അഭിഭാഷകരെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലെ വാർത്തയോ ഒരു ചാനലിലെ വാർത്തയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അത് ക്യൂരിയോസിറ്റി തോന്നാനുള്ളൊരു കാരണം അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കാരണം ഈ ഷെയ്ഖ് ഹസീന എന്ന് പറയുമ്പോൾ ഷെയ്ഖ് ഹസീന 2024 ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഷെയ്ഖ് ഹസീന അതിനു മുമ്പ് ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിരുന്നു അവാമി ലീഗ്. ഈ അവാമി ലീഗും ആ ബംഗ്ലാദേശ് എന്ന് പറയുമ്പം ഇന്ത്യയുടെ തൊട്ട അയൽരാജ്യമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സഹകരണമുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് കോൺഫ്ലിക്ട്സുകളും ഉണ്ട്. പക്ഷേ ഈ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി അവാമി ലീഗിൻ്റെ നേതാവായി പ്രധാനമന്ത്രി ആയി വന്നപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു 91 ആ കാലഘട്ടങ്ങളിൽ 95, 96 കാലഘട്ടങ്ങളിലൊക്കെ ഈ ബംഗ്ലാദേശിലെ വേറൊരു പാർട്ടിയായിരുന്നു BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഈ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഈ പാർട്ടിയുടെ നേതാവായിരുന്നു താരിഖ് റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ താരിഖ് റഹ്മാൻ ഈ പുതിയൊരു ന്യൂസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ താരിഖ് റഹ്മാൻ വീണ്ടും 17 വർഷത്തിന് ശേഷം പ്രവാസി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ലണ്ടനിൽ പ്രവാസി ജീവിതം നയിക്കുകയായിരുന്നു. അങ്ങനെ 17 വർഷത്തിന് ശേഷം വീണ്ടും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേക്ക് വരികയാണ്. ഇനി ആരാണ് ഈ താരിഖ് റഹ്മാൻ എന്ന് ചോദിച്ചാൽ ഈ താരിഖ് റഹ്മാൻ്റെ പേരൻസ് എന്ന് പറയുന്നത് തന്നെ അച്ഛൻ പ്രസിഡൻ്റാണ്. താരിഖ് റഹ്മാൻ്റെ അച്ഛൻ ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാൻ ആയിരുന്നു. അമ്മ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ ആയിരുന്നു. അപ്പം ഈ BNPയുടെ നേതാക്കന്മാരായിരുന്നു ഇവർ, പ്രസിഡന്റും പ്രധാനമന്ത്രിയും. അവരുടെ മകനായിരുന്നു ഈ താരിഖ് റഹ്മാൻ. ഈ താരിഖ് റഹ്മാൻ 1990 ഞാൻ പറഞ്ഞല്ലോ 95, 96 കാലഘട്ടങ്ങളിൽ ഈ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം പ്രശ്നങ്ങളും ഒക്കെ ഈ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അഴിമതിയും ഗ്രനേഡ് ആക്രമണവും ഒരു ധിക്കാരിയായ നേതാവായിരുന്നു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം താരിഖ് റഹ്മാനെ ജനങ്ങൾ മാറ്റി നിർത്തുകയും ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകുകയും ചെയ്തത്. പക്ഷേ 2024 എന്നിട്ട് ഈ താരിഖ് റഹ്മാൻ ലണ്ടനിലേക്ക് പോവുകയും ചെയ്തു, നാട് വിടുകയായിരുന്നു. അത് 2008 ചികിത്സയ്ക്കായിട്ട് ലണ്ടനിൽ പോയി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ലണ്ടനിലെത്തി, അവിടെയായിരുന്നു ഇത്രയും വർഷം താരിഖ് റഹ്മാൻ. പക്ഷേ വീണ്ടും ഈ ഷെയ്ഖ് ഹസീന 1996 പ്രധാനമന്ത്രിയാവുന്നു ബംഗ്ലാദേശിലെ. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതും 2009 മുതൽ 2024 വരെയും അവർ പ്രധാനമന്ത്രിയായി തുടർന്നു. പക്ഷേ ഈ ഷെയ്ഖ് ഹസീന അന്ന് ഭരിച്ചിരുന്നപ്പം ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഒരു സഹകരണം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ബംഗ്ലാദേശുമായിട്ട്. കാര്യം അനധികൃത കുടിയേറ്റങ്ങൾ ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നദീജല തർക്കം. ആ ഒരു നദി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി എന്ന് പറയുന്നത് ടീസ്ത നദിയായിരുന്നു. ആ ടീസ്ത നദി എന്ന് പറയുമ്പം അത് സിക്കിമിൽ നിന്ന് ഉത്ഭവിച്ച് പശ്ചിമ ബംഗാൾ വഴി ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നൊരു നദിയായിരുന്നു. അതിൽ ഈ വരൾച്ച സമയത്ത് ഈ വെള്ളം വിതരണം ചെയ്യുന്ന ഈ ജലവിതരണത്തെ തുടർന്നായിരുന്നു ആ തർക്കം വന്നത്. കൂടാതെ നമുക്കൊന്നും അറിയില്ല, ഈ ഗംഗ, നമ്മുടെ പുണ്യനദിയായ ഗംഗ ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നുണ്ട്. പത്മ എന്നാണ് ആ ഗംഗയുടെ ബംഗ്ലാദേശിലെ പേരും. അങ്ങനെ നദീജല തർക്കങ്ങൾ ഉണ്ടായിരുന്നു. വ്യാപാരത്തെക്കുറിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സുരക്ഷാ സഹകരണവും തീവ്രവാദ വിരുദ്ധ നടപടികളും വ്യാപാരം, റെയിൽവേ, വൈദ്യുതി ഇതെല്ലാം കൊണ്ടും ഒരു സഹകരണം ഇന്ത്യയുമായിട്ടും ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ തന്നെയാണ് 2024 ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്ന സമയത്തും ഒരുപാട് കലാപങ്ങളൊക്കെ നടന്ന സമയത്ത് ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം ഒഴിയേണ്ടി വന്നു. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. വീണ്ടും BNP പാർട്ടി, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നു. അങ്ങനെ ബംഗ്ലാദേശിൽ അധികാരത്തിൽ വരികയും ഇപ്പോൾ പ്രസന്റ്
താരിഖ് റഹ്മാൻ ലണ്ടനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരികയും ചെയ്തു. ഇനി ഈ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. കൂടാതെ കുടുംബസമേതം ഇന്ത്യയിലേക്ക് സന്ദർശനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സഹകരണം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്യാമെന്ന് അവർ തമ്മിൽ എഗ്രിമെന്റ് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇവർക്കിടയിലും ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് ആ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ഈ ഒരു താരിഖ് റഹ്മാനും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ഒരു പ്രാഗ്മാറ്റിക് ഡിപ്ലോമസിയാണ് എന്ന് പറയാം. കാര്യം ഈ മോഡിയും താരിഖ് റഹ്മാനും തമ്മിലുള്ള ബന്ധം പ്രായോഗിക നയതന്ത്രം എന്ന് പറയും. അതായത് പ്രാഗ്മാറ്റിക് ഡിപ്ലോമസി എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. കാര്യം വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് ബംഗ്ലാദേശുമായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ താരിഖ് റഹ്മാനെ വിളിച്ച് അഭിനന്ദിച്ചു, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു, തിരിച്ചും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു മെയിനായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചൈനയുമായിട്ടുള്ളൊരു സ്വാധീനം ബംഗ്ലാദേശിന് കൂടുതലാണ്. കാര്യം ചൈന ഒരുപാട് നിക്ഷേപങ്ങൾ ബംഗ്ലാദേശിൽ നടത്തുന്നുണ്ട്. തുറമുഖങ്ങൾ, റെയിൽവേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൈന ബംഗ്ലാദേശിൽ വൻ നിക്ഷേപങ്ങൾ തന്നെ ചൈന ബംഗ്ലാദേശിൽ നടത്തുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഈ ചൈനയിലേക്ക് ബംഗ്ലാദേശിനൊരു സ്വാധീനവും കൂടുമോ? ചൈന പറയുന്നത് പോലെ, ചൈന ഏതായാലും ഇന്ത്യയായിട്ടുള്ളൊരു വൈരുദ്ധ്യമുള്ള ഒരു രാജ്യമാണ്, വൈരാഗ്യ ബുദ്ധി ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ചൈനയുമായിട്ട് ബംഗ്ലാദേശിനൊരു അടുപ്പം കൂടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ദോഷകരമായി ബാധിക്കുമോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതൊരു സുരക്ഷാ ഭീഷണി ഉയർത്തുമോ എന്നുള്ള ആശങ്കയും ഇല്ലാതില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രമ്യതയിലുള്ള പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഈ താരിഖ് റഹ്മാനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പ്രധാനമന്ത്രി ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുള്ളൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുതിർന്ന ഉപദേഷ്ടാവ് സാഹിദുർ റഹ്മാൻ പറഞ്ഞു, ഇതേപോലെ തിരിച്ചു വരൂ, ലോകത്തെ മികച്ച അഭിഭാഷകരെയും കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞല്ലോ. അതിനു മുമ്പ് അത് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഒരു ജൂലൈ 14 മാധ്യമ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായിരുന്നു അദ്ദേഹം. പക്ഷേ അതിനു മുമ്പ് ഷെയ്ഖ് ഹസീന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഡിസംബറിൽ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോവുകയാണ്, എനിക്കെതിരെ എൻ്റെ പേരിലുള്ള ശിക്ഷ നടപ്പാക്കിക്കൊള്ളൂ, നിയമ നടപടി എടുത്തോളൂ, എങ്കിലും ഞാൻ സറണ്ടർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഷെയ്ഖ് ഹസീനയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് പറഞ്ഞത് മികച്ച അഭിഭാഷകരെയും കൂട്ടിക്കൊണ്ടുവരുമെന്ന്. കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ അവാമി ലീഗിൻ്റെ നേതാവായ ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ച് ബംഗ്ലാദേശിൽ വന്നു കഴിഞ്ഞാൽ പോലും നല്ല ഒരു ശിക്ഷാ നടപടി അല്ലെങ്കിൽ ജയിൽ ശിക്ഷയോ അതിന് തക്കതായിട്ടുള്ള ശിക്ഷാ നടപടി എന്താണെങ്കിലും BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നടപ്പിലാക്കും എന്നത് 100% നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം താരിഖ് റഹ്മാൻ്റെ BNP പാർട്ടിയും അവാമി ലീഗിൻ്റെ നേതാവായ ഷെയ്ഖ് ഹസീനയും അത്രമാത്രം ബദ്ധ ശത്രുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഷെയ്ഖ് ഹസീനയ്ക്ക് അവർക്ക് ഏറ്റവും നല്ല ശിക്ഷ തന്നെ കൊടുക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റിന് മറുപടിയായി ഇങ്ങനൊരു ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു മാധ്യമ സമ്മേളനത്തിൽ പരിഹാസ രൂപേണ പറഞ്ഞ ഈ ഒരു വാചകം ജനങ്ങളെ ശ്രദ്ധിക്കപ്പെട്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.